കണ്ണൂർ ശാതുലിപ്പള്ളിയിൽ നിരവധി പേരെ തെരുവുനായ കടിച്ചുകീറി. വയോധിക ഉൾപ്പെടെ 7 പേർക്ക് കടിയേറ്റു. ഒരു കുട്ടിയുടെ കൈവിരൽ കടിച്ചു മുറിച്ചു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.കെ. മുഹമ്മദ് അലി പറഞ്ഞു. ജോലി വെക്കാനും കഴിയാ മോനെ. കുറേ പ്രായമായി, കുറേ കുടിയും മരുന്നും കുടിക്കുന്നു. ഇത് കണ്ണൂർ കക്കാട് ശാതുലിപ്പള്ളി സ്വദേശി ഫാത്തിബി. വയസ്സ് 80 വീട്ടിലെ വരാന്തയിൽ നിൽക്കുമ്പോൾ തെരുവുനായിയുടെ കടിയേറ്റതാണ്. 2 കൈക്കും പരിക്കേറ്റു. ആകെ പേടിച്ചുപോയി ഈ വയോധിക. സൂചി വെക്കണ്ടേ, മരുന്നു കുടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വിതുമ്പുകയാണ് ഫാത്തിബി. ഇന്ന് രാവിലെയാണ് കക്കാട് ശാതുലിപ്പള്ളി ഭാഗത്ത് തെരുവുനായ 7 പേരെ കടിച്ചത്. 10 വയസ്സുകാരനായ മുഹമ്മദിന്റെ കൈവിരൽ നായ കടിച്ചു പറിച്ചു. വിദഗ്ധ ചികിത്സ ആവശ്യമായതിനെ തുടർന്ന് മുഹമ്മദിനെ കണ്ണൂർ AKG ആശുപത്രിയിലേക്ക് മാറ്റി. ബുഷറ, അഫ്സൽ, മൻസൂർ, ആസിമ, ഷഹാന എന്നിവരാണ് കടിയേറ്റ മറ്റുള്ളവർ. എല്ലാവരും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ശാതുലിപ്പള്ളി ഭാഗത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും നിരവധി തവണ പരാതി നൽകിയതാണെന്നും കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.കെ. മുഹമ്മദ് അലി പറഞ്ഞു. രാവിലെ 3 പേർ ഇതുപോലെ കടിച്ചിരുന്നു. ഒരു കുട്ടിനെയും ഒരു 30-35 വയസ്സുള്ള ഒരു സ്ത്രീയെയും അതുപോലെ അവരുടെ ഭർത്താവിനെയും കടിച്ചിരുന്നു. അവർ വന്നിപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് പോയിട്ടേ ഉള്ളൂ. അതിനുശേഷമാണ് ഉമ്മാമനിങ്ങനെ കടിച്ചത്. ആ ഭാഗത്തുനിന്ന് അങ്ങനെ കടിച്ചു. പിന്നെ വളരെ വേറെ നായശല്യമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ശാതുലിപ്പള്ളി പ്രദേശം. പിന്നെ മേയർക്ക് നിവേദനം കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇവർക്ക് നിവേദനം ഫോർവേഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അത് ABC ചെയ്യുക എന്നത് മാത്രമാണ്. ABC ചെയ്യുന്നത് കൊണ്ട് പിന്നെ നായ കടിക്കാതിരിക്കില്ലല്ലോ. വല്ലാത്തൊരു പ്രയാസമാണ് ജനങ്ങൾക്കുള്ളത്. വീടിനകത്തുവരെ കയറിയാണ് തെരുവുനായ ആക്രമണം നടത്തിയത്. കക്കാട് ഭാഗത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.